ഹലോ ഫ്രണ്ട്സ്, ഞാൻ സലു. ഇന്ന് ഞാൻ കാണിക്കുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് താമസിക്കുന്ന ബീന രാധാകൃഷ്ണൻ്റെ ഗാർഡനാണ്. ബീന മാഡത്തിന് നാടൻ ചെടികളോടാണ് കൂടുതൽ ഇഷ്ടം. എന്നിരുന്നാൽ തന്നെയും ഇൻഡോർ വെക്കാൻ പാകത്തിനുള്ള CC പ്ലാന്റ്സും മണി പ്ലാന്റ്സും അതുപോലെ തന്നെ റബ്ബർ പ്ലാന്റ്, അഗ്ലോണിമയുടെ ഒരുപാട് വെറൈറ്റീസ് മാഡത്തിൻ്റെ കയ്യിലുണ്ട്. മഴക്കാലമായപ്പോഴത്തേക്ക് ബീന മാഡം വളരെ തിരക്കിലാണ്. മഴക്കാലത്ത് ചെടികൾക്ക് ഏറെ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. മഴ തുടർച്ചയായി പെയ്യുന്ന സമയങ്ങളിൽ ചട്ടികളെല്ലാം മാഡം ഷെയ്ഡിലേക്ക് മാറ്റി ചട്ടികളിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ബീന മാഡത്തിന് 10 മണി ചെടികളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. മഴക്കാലം ആകുമ്പോഴത്തേക്ക് വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലത്താണെങ്കിൽ തീർച്ചയായിട്ടും 10 മണി ചെടികളെല്ലാം നശിച്ചു പോകും. അപ്പം ഈ ഒരു സമയത്ത് ചെടികൾ മാറ്റി നടുന്ന ഒരു സമയമാണ്. ഇനി നമുക്ക് ബീന മാഡത്തിൻ്റെ വാക്കുകളിലൂടെ പോകാം. ഞാൻ ബീന രാധാകൃഷ്ണൻ. എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്ന് 3 കിലോമീറ്റർ മാറി അയ്യങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ചെടികളോട് എനിക്ക് പണ്ടേ ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ ഓരോന്ന് കളക്ട് ചെയ്ത് ഇടക്കാലത്ത് ചെടികൾ കുറേയൊക്കെ പോയിരുന്നു. പിന്നെ രണ്ടാമത് കളക്ട് ചെയ്ത് അതിലോരോന്നും വലുതായി വന്ന് പിന്നെ അത്രയ്ക്ക് സമയമൊന്നും എനിക്ക് കിട്ടാറില്ല. പിന്നെ ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് ഓഫീസിൽ പോകണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ടൈം ചെടികളെ പരിപാലിക്കാനായിട്ട് എനിക്ക് സമയം കിട്ടി. അപ്പം പ്രത്യേകിച്ച് വളം എന്ന് പറയാനായിട്ട് ചാണകപ്പൊടി ഇടാറുണ്ട്. പിന്നെ പഴത്തൊലിയും ചായമട്ടിയും മുട്ടത്തൊണ്ടും കൂടി വേവിച്ച് അതിൻ്റെ വെള്ളം തണുത്ത് കഴിയുമ്പോൾ മാറ്റിയിട്ട് അത് ഡൈല്യൂട്ട് ചെയ്ത് 1 ഗ്ലാസ് വെള്ളം വീതം ഓരോ ചെടിക്കും മാസത്തിലൊരിക്കലൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച്, അതൊക്കെ റെയറായിട്ടേ ഉള്ളൂ, എപ്പോഴെങ്കിലുമൊക്കെ മാസത്തിലൊരിക്കൽ എന്തെങ്കിലും ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പുളിച്ച് കഴിയുമ്പോൾ അത് അരിച്ചെടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് അതൊഴിക്കാറുണ്ട്. അത്രയൊക്കെ ഞാൻ വളം ചെയ്യാറുള്ളൂ. വേറെ രാസവളങ്ങൾ അങ്ങനെയൊന്നും, ചെടികളുടെ വളങ്ങളൊന്നും പ്രത്യേകിച്ച് കടയിൽ നിന്ന് വാങ്ങിച്ച് ഇടാറില്ല. പിന്നെ നനയ്ക്കേണ്ട സമയത്ത് വേനൽക്കാലത്ത് ചെടി നന്നായിട്ട് നനച്ചു കൊടുക്കാറുണ്ട്. പിന്നെ മഴക്കാലം ആകുമ്പം വെയിൽ കാലത്ത് വാടിപ്പോണ ചെടി ഇച്ചിരി നേരം വെയിലടിച്ചിട്ട് ഞാൻ മാറ്റി തണലത്ത് കൊണ്ട് വയ്ക്കാറുണ്ട്. പിന്നെ മഴക്കാലത്ത് മഴ നനയാൻ പാടില്ലാത്ത ചെടികൾ തണലത്ത് സൂക്ഷിക്കാറുണ്ട്. എപ്പോഴും എല്ലാ ചെടിയും ഫുൾ ടൈം മഴ നനയാൻ വെക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് ചട്ടി മാറ്റി മാറ്റി വെക്കും. ചട്ടി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും. പിന്നെ ഈ റോഡ് സൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന ചെടികൾ മിക്കവാറും ചിലപ്പോൾ നല്ല പൂവൊക്കെ ഉള്ളതാണെങ്കിൽ ഞാൻ മുക്കൂറ്റി പോലും പറിച്ച് ചട്ടിയിൽ നട്ടിട്ടുണ്ട്. ചട്ടിയിൽ നിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയാണ്. തുമ്പ നട്ടിട്ടുണ്ട് ചട്ടിയിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാ കാലവും നിറച്ച് പൂവുണ്ടാവുന്ന കാട്ടു സസ്യങ്ങളാണല്ലോ അതെല്ലാം. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കണ കാണാൻ ചട്ടിയിലാവുമ്പം ഒരു പ്രത്യേക ഭംഗിയുണ്ട്, നല്ല രസമാണ്. പിന്നെ ഇലകൾ കാണാൻ ഭംഗിയുള്ള ചെടിയാണെങ്കിൽ ആ ഇലകൾ കാണാൻ വേണ്ടിയിട്ട് ഈ മതിലിലൊക്കെ ഉണ്ടാവണ ഒരു തരം ചെടി, അതൊക്കെ ഞാൻ ഇൻഡോറായിട്ട് നടാറുണ്ട്. പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഓരോ ചെടികൾ എവിടെന്നെങ്കിലും കളക്ട് ചെയ്ത് അങ്ങനെ നടാറുണ്ട്. ഇതൊക്കെ ഒരു മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം. അതിൻ്റെ അടുത്തോടെ എപ്പോഴും ചെടികളുടെ, എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒക്കെ ഞാൻ ചെടികളുടെ അടുത്തായിരിക്കും. അപ്പോൾ ചെടികളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഓരോ ചെടിയും എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട്. അതിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നാലൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ഇങ്ങനെ എപ്പോഴും നോക്കണമുണ്ട്. അപ്പം അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു പൂവുണ്ടാകുമ്പോൾ അതിനൊരു കിളിർത്ത് വരുമ്പോൾ ഒക്കെ ഉണ്ടാകണ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, അതൊരു ഭയങ്കര സന്തോഷം തരുന്നതാണ്. ജീവിതത്തിൽ അത്രയും സന്തോഷം ഉള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല ചെടികളുടെ അടുത്ത് നിൽക്കുമ്പോൾ. ബീന മാഡത്തിൻ്റെ കയ്യിൽ ഒരുപാട് മണി പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അതെല്ലാം തന്നെ നല്ല ലെങ്തി ആയിട്ടുള്ളതും അതുപോലെ നല്ല ബുഷിയായിട്ടാണ് വളർന്നിരിക്കുന്നത്. ബീന മാഡം ചെടികളെല്ലാം നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഴക്കാലം അടുക്കുമ്പോഴത്തേക്ക് ഈ ചെടികളിൽ രോഗങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ്. കാരണം 2-3 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പം അതിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ഡ്രെയിനേജ് ഹോൾസ് എല്ലാം പ്രോപ്പർ ആണോ എന്ന് നോക്കുകയും വേണം. കറിവേപ്പിലയൊക്കെ മാഡം ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ നല്ല പോലെ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ബീന മാഡം ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത് കൂടുതലും
മണി പ്ലാന്റ്സ് ആണ്. വളരെ നല്ല രീതിയിലാണ് പ്ലാന്റ്സ് എല്ലാം വളർന്നു വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ബീന മാഡത്തിൻ്റെ ഗാർഡൻ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം.